XNS എന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചത് ഈ വീഡിയോയിൽ. അപ്പോൾ XNS എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ലീഡിംഗ് ബ്രോക്കറാണ്. ഇതിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുക, ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതിൽ എന്താ വെച്ചാൽ ഏറ്റവും സുഖമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള ബ്രോക്കേഴ്സിനേക്കാളും ഒരു ബ്രോക്കറേജ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിനെക്കാളൊക്കെ വളരെ കുറവാണ് ബ്രോക്കറേജ്. അപ്പം ഓപ്പൺ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എൻ്റെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ലിങ്ക് കാണാം. മോറിൽ പോയാൽ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ അക്കൗണ്ട് ഇൻ XNS എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഫ്രീ ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാതെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടും ഡെമോ അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് അത് കൊടുക്കുക, ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൽ ID പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, മെയിൽ IDയുടെ പാസ്വേഡല്ല, പുതിയൊരു പാസ്വേഡാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് യൂസ് ചെയ്യാനുള്ള. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ന്യൂ പാസ്വേഡാണ്, മെയിൽ IDയുടെ പാസ്വേഡല്ല, നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ള പാസ്വേഡാണ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ കണ്ടിന്യൂ കൊടുക്കാം, ഇനി അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെയിൽ ID ഒന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിസ്റ്റത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് വഴി ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പുതിയ പേജ് ഓപ്പൺ ആവും. ആ ഒരു പേജിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ചോദിക്കും, ഡെമോ അക്കൗണ്ട് വേണോ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യണമെന്ന്. രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിൽ കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഡെമോ ട്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ റിയൽ അക്കൗണ്ട് കൊടുത്തിട്ട് പിന്നീട് അതിൽ ഡെമോ ചെയ്യുക. ഡെമോ ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഇതിലേക്ക് മാർക്കറ്റിലേക്ക് വന്നാൽ മതി. ആദ്യം നമ്മൾ റിയൽ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് റിയൽ അക്കൗണ്ട് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഫണ്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ട. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ബ്രോക്കർ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ചെയ്താലും മതി. ഇങ്ങനെ ഡെമോ ചെയ്ത് പഠിച്ചതിന് ശേഷമൊക്കെ റിയലിലേക്ക് വന്നാലും മതി. അതിന് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പേജ് കിട്ടുക നമുക്ക്. ഹലോ ഫില്ലിയോ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേക്കോ ഫസ്റ്റ് ഡെപ്പോസിറ്റിന്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രൊഫൈലിന് കൊടുക്കുക. ആ പ്രൊഫൈൽ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ടുള്ളത് എന്താ വെച്ചാൽ ജസ്റ്റ് മീൻസ് നമ്മുടെ പ്രൊഫൈലൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആദ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം, എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ജസ്റ്റ് കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, കൺഫേം മെയിൽ അഡ്രസ്സ്, കൺഫേം ഫോൺ നമ്പർ, ആഡ് യുവർ പ്രൊഫൈൽ ഇൻഫർമേഷൻ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വേണ്ടി ഇമെയിലേക്ക് ഒരു OTP വരും, അത് അടിച്ചു കൊടുക്കുക. OTP കണ്ടതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും, ആ OTPയും കൊടുക്കുക. പിന്നെ നമുക്ക് ജസ്റ്റ് കംപ്ലീറ്റ് നൗ എന്ന് കൊടുക്കുക. ബാക്കി നമ്മുടെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നമ്മുടെ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓപ്പണിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. അത് മാൻഡറ്ററി അല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് എന്താണ് ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് എന്താണ്, ബിസിനസ് ആണോ, ഏതെങ്കിലും കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രോബ്ലം അല്ല. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് വെരിഫൈ നൗ എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ് കൊടുക്കണം, അപ്ലോഡ് ഡോക്യുമെൻ്റ് കൊടുക്കുക. അത് നമുക്ക് ആധാറോ പാൻ കാർഡോ ഏതെന്ന് വെച്ചാൽ ആ ഒരു അഡ്രസ് പ്രൂഫ് കൊടുക്കുക. അതിന് അപ്ലോഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു പുതിയ പേജ് ഓപ്പൺ ആവും. അതിൽ ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്തതിന് ശേഷം വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഡാറ്റ യൂസ് എഗ്രിമെൻ്റ് ഉണ്ട്, അതിൽ ഐ കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ജസ്റ്റ് കോളം ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആധാറുണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആധാറാണ് കൊടുക്കാൻ പോകുന്നത്. ആധാറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ അപ്ലോഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക. ആ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ അങ്ങോട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ആയിക്കോളും. ഇനി അപ്ലോഡ് ബാക്ക് പേജ് ഓഫ് അതും കൊടുക്കുക. ജസ്റ്റ് രണ്ട് പേജും അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ക്ലിയർ കോപ്പി വേണം കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള കോപ്പി കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എവറിത്തിങ് ഈസ് കറക്റ്റ്. ഓക്കെ, സബ്മിറ്റ് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3 to 7 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ റിവ്യൂ അറിയാൻ പറ്റും, നമ്മുടെ ഓക്കെ ആണോ അല്ലെങ്കിൽ മെയിലിലേക്കൊക്കെ വരും. ജസ്റ്റ് അത് ക്ലോസ് ചെയ്തതിന് ശേഷം മൈ അക്കൗണ്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിയൽ എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവും, ഡെമോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും.
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം റിയൽ മണി ഇട്ടിട്ടും ഡെമോയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെമോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി 10,000 USD വെച്ചിട്ട് ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ആക്ച്വൽ ലിവറേജ് 1:200 ആണ് കാണാം നമുക്ക്. ഇനി അതല്ല റിയൽ ആയിട്ടും ചെയ്യാം. ഇതിൽ നമുക്ക് XNSലും ചെയ്യാം, മെറ്റാ ട്രേഡറിലും ചെയ്യാം. അപ്പോൾ XNSലാണ് ചെയ്യുന്നത്. XNSൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ റിയൽ ഇട്ടിട്ട് ട്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി വരും. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഡെപ്പോസിറ്റ് വിഡ്രോവലൊക്കെ ചെയ്യാം. ഡെപ്പോസിറ്റും വിഡ്രോവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൽ XNSൽ എല്ലാവരും ഒരുപാട് ആളുകൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട്. എങ്ങനെയാണ് XNS പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് ഇതിലൊക്കെ പേഴ്സ് ട്രേഡ് ചെയ്യാനുള്ള BTC ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അതുപോലെ യൂറോ USD ഉണ്ട്, US ഓയിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതിലും ട്രേഡ് ചെയ്യാം. 24/7 മാർക്കറ്റ് ഉണ്ട്. ആഴ്ചയിൽ 5 ദിവസം 24 hours ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. ഗോൾഡിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ല ലിക്വിഡിറ്റി, നല്ലൊരു സെറ്റപ്പും നന്നായിട്ട് പ്രൈസ് ആക്ഷനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ. ഇത് നമുക്ക് ബൈയും സെല്ലും കൊടുക്കാം. ജസ്റ്റ് ബൈൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ബൈ കൊടുക്കുക. എത്ര ലോട്ടാണ്, പിപ്പാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. സ്റ്റോപ്പ് ലോസ് എത്ര കൊടുത്താൽ എത്ര വരെ ട്രേഡ് ചെയ്യാൻ എത്ര ചാർജ് വരും, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ മീൻസ് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ലിങ്ക് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് വിഡ്രോവലും ഡെപ്പോസിറ്റും വിഡ്രോവലും എങ്ങനെ ചെയ്യാൻ നോക്കാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവും. ഇതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനു മുമ്പ് ഒരു പ്രോസസ്സും കൂടി ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും ഇതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ UPI വഴിയും ഓൺലൈൻ ബാങ്കിങ് വഴിയും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ തന്നെ കാരണം. ആദ്യം ക്രിപ്റ്റോ വഴി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ടഫ് ആയതുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ക്രിപ്റ്റോ വഴി ഡയറക്റ്റ് അല്ലാതൊക്കെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമുക്ക് UPI വഴി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് UPI ക്ലിക്ക് ചെയ്ത് എടുത്താൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക. ഫേസ് സ്കാൻ റിക്വയർ എന്ന് പറയും. ഇതിൽ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യണം മൊബൈൽ, അതായത് മുഖം ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആളൊന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് വെരിഫൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എന്ത് ചെയ്യാം, മൊബൈലിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഒരു ലിങ്ക് വരും, ലിങ്ക് വഴി മൊബൈൽ ഓപ്പൺ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യാം, നമ്മുടെ എന്താ പറയുക ലാപ്ടോപ്പിൽ തന്നെ ഓപ്പൺ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വെരിഫൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പുതിയ പേജ് ഇങ്ങനെ വരും. അതിൽ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാപ്പിൽ തന്നെ ചെയ്യാം. സ്കാൻ ജസ്റ്റ് ആ ഒരു ക്യാമറയിൽ സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫേസ് അതല്ല കണ്ടിന്യൂ വിത്ത് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് നമ്മുടെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ തന്നെ ക്യാമറയും ഓപ്പൺ ആവും. അവിടെ ജസ്റ്റ് ഫേസ് വെച്ച് കൊടുത്താൽ മതി. ഫേസ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മതി. കഴുത്തൊന്ന് തിരിച്ചു കൊടുക്കണം, ഒരു ഫുൾ സർക്കിളായിട്ട്. അല്ലെങ്കിൽ മുകളിൽ ഒരു കോപ്പി ദ ലിങ്ക് ആൻഡ് പേസ്റ്റ് ഇൻ ദ ബ്രൗസർ, അത് ക്ലിക്ക് ചെയ്താൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലും മൊബൈലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമറ ഓപ്പൺ ആവും. അതിൽ ജസ്റ്റ് ഫേസ് തിരിച്ചു കൊടുത്താൽ മതി. അത്ര പണിയുള്ളൂ. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നേരത്തെ കണ്ട പോലെ തന്നെ ഉണ്ട്. അതിൽ UPI ട്രാൻസ്ഫറാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ UPI ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ പറയാൻ വിട്ടു, UPI ID അതുപോലെ ഓൺലൈൻ ബാങ്ക്, ഈ 2 ഓപ്ഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രിപ്റ്റോയിലും ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ രീതിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, UPI ID ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇതിൽ 45 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് വഴി 1 hour എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ വിഡ്രോ ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്യണം 1 മിനിറ്റ് കൊണ്ട് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ആഡ് ചെയ്യണം 1 മിനിറ്റ് കൊണ്ട് നടക്കുന്നുണ്ട്. 1 മിനിറ്റിനുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഡ്രോ 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് UPI ID നമ്മൾ കൊടുക്കേണ്ടത്. UPI IDൻ്റെ അവിടെ പേയ്മെൻറ്റ് മെത്തേഡ് UPI ID കൊടുക്കുക. എമൗണ്ട് മിനിമം $10 ആണ് ചെയ്യുക. ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി എന്ന് പറഞ്ഞത് അതാണ്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 2-3 ഓപ്ഷൻസ്, സ്റ്റാൻഡേർഡ്, പ്രോ എന്ന് പറഞ്ഞ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ റോ ഒക്കെ ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് യൂസ് ചെയ്താൽ മതി. സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്താൽ മതി. അക്കൗണ്ട് ടൈപ്പ് ആട്ടോ, സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രോ ഉണ്ട്. സ്റ്റാൻഡേർഡിലാകുമ്പോൾ നമുക്ക് വെറും $10 വെച്ചിട്ട് പോലും ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൽ സ്പ്രെഡിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് പോലുള്ള ചെറിയൊരു എമൗണ്ട് ആണ്, അതാണ് സംഭവം. ഇതിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ UPI ID കൊടുക്കുക. നമ്മുടെ ഗൂഗിൾ പേൻ്റെ UPI ID കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് സമയം എടുക്കുള്ളൂ. അതിന് ശേഷം നമ്മുടെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് പിന്നെ വരും. അതിൽ ജസ്റ്റ് കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ
ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് പോകും. നമ്മുടെ GPay തുറന്നു കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടിൽ തന്നെ കാണാം 906 രൂപ ആഡ് ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് നമ്മുടെ വ്യൂ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ കഴിയും നമ്മുടെ പേയ്മെൻറ്റ് 906 രൂപ പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഫസ്റ്റ് ഇത് റിജക്റ്റഡ് എന്ന് കാണിച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഗൂഗിൾ പേയിൽ എൻ്റെ പാസ്വേഡ് അടിച്ച് തെറ്റിപ്പോയതാണ്. എൻ്റെതല്ല, എൻ്റെ വേറെ ആളുതായിരുന്നു. അതുകൊണ്ട് പാസ്വേഡ് അടിച്ചതിൽ മാറിപ്പോയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ തന്നെ വേണ്ടതാണ്. ജസ്റ്റ് പ്രോസസ്സിംഗ് കാണിച്ചു. പ്രോസസ്സിംഗ് കാണിച്ചപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് $10 വന്നിട്ടുണ്ട്, $10 വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അവിടെ കാണാം $10 എന്ന് കാണാം. അതിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം, വിഡ്രോ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. $10 വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഇനി നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. വിഡ്രോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഓൺലൈൻ ബാങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ജസ്റ്റ് എത്രയാണോ വിഡ്രോ ചെയ്യേണ്ടത് $10 എത്രയാണോ വിഡ്രോ ചെയ്യേണ്ടത് അത് കൊടുക്കുക, $20. അപ്പോൾ ഞാൻ നേരത്തെ ഒരു $10 കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിനിമം നമുക്ക് വിഡ്രോയിൽ $15 പറ്റുള്ളൂ. അപ്പോൾ $15 ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോഴും $15 മിനിമം ചെയ്യാം. അതുപോലെ മിനിമം നമുക്ക് $15 വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിഡ്രോ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ പേജിലേക്ക് വരും. അപ്പോൾ എത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കാണും. $1 എത്രയാണെന്നൊക്കെ കാണിക്കാൻ ആവശ്യമില്ല. ഇത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പുഷ് നോട്ടിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് കോഡ് കൊടുക്കുക. പുഷ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മൊബൈലിൽ ഒരു സ്കാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. ഇനി അതല്ല ടെക്സ്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു OTP വരും, അത് കൊടുത്താൽ മതി. ഞാൻ ആ ടെക്സ്റ്റ് കോഡ് കൊടുത്ത് മൊബൈലിൽ OTP എന്ന് ആ ഒരു OTPയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ OTP കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പേജാണ് വരിക. ഇതിൽ നമ്മൾ നമ്മുടെ ഏത് ബാങ്കിലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം മൊബൈൽ നമ്പറിൻ്റെ ആ ഒരു സെയിം ബാങ്ക് തന്നെ കൊടുക്കണം കേട്ടോ. ബാങ്കിൻ്റെ നെയിം, IFSC കോഡ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ പേര്, കറക്റ്റ് ബാങ്കിൽ കൊടുത്ത പേര് തന്നെ കൊടുക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിഡ്രോവലിന് പ്രശ്നം വരും. എപ്പോഴും ആളുകൾ പലപ്പോഴും പറഞ്ഞത് എന്താ വെച്ചാൽ കേട്ടതെന്ന് വെച്ചാൽ വിഡ്രോവൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസ ആഡ് ചെയ്യണതൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. കാരണം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞു തന്നതാണ് എനിക്ക് XNS യൂസ് ചെയ്ത്. നമ്മൾ ആഡ് ചെയ്യണമെന്ന് വിഡ്രോ ചെയ്യണമെന്ന് ഒരേ പ്ലാറ്റ്ഫോം പോലെ ചെയ്യുക. അതായത് ഗൂഗിൾ പേ വഴി ആഡ് ചെയ്യുക, ഓൺലൈൻ ബാങ്കിങ് വഴി വിഡ്രോ ചെയ്യുക. അല്ലാതെ നമ്മൾ ക്രിപ്റ്റോയിൽ ആഡ് ചെയ്ത് ബാങ്ക് വഴി വിഡ്രോ ചെയ്ത് ബാങ്കിൽ ആഡ് ചെയ്ത് ക്രിപ്റ്റോയിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ പൈസ വിഡ്രോ ചെയ്യാനും ആഡ് ചെയ്യാനും ബുദ്ധിമുട്ട് കാണാം. അത് ഈ ഒരു റീസൺ കൊണ്ടാണ്. കാരണം പല ആളുകളും ഇതിന് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച വൈറ്റ് മണി, ബ്ലാക്ക് മണി ചേഞ്ച് ചെയ്യാനൊക്കെ പലരും ഈ ക്രിപ്റ്റോയിലേക്ക് ആഡ് ചെയ്ത് അങ്ങോട്ട് ആഡ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും ബാങ്ക് അക്കൗണ്ട് വഴി ആഡ് ചെയ്യാനും UPI വഴി ആഡ് ചെയ്യാനും ബാങ്ക് വഴി വിഡ്രോ ചെയ്യാനും ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ക്രിപ്റ്റോ വഴിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ക്രിപ്റ്റോ വഴി ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. ഇത് കുറേ കാലം യൂസ് ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ബെസ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. വിഡ്രോവലിന് പലപ്പോഴും പ്രോബ്ലം പേര് ചിലപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്ത് അക്കൗണ്ടിൻ്റെ നെയിം ഉണ്ടോ അവിടെ നിങ്ങളെ പേര് ചിലപ്പോൾ തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിഡ്രോവലിന് പ്രശ്നം വരാം. ഇനി അതല്ല നിങ്ങളെ മൊബൈൽ നമ്പറായിട്ട് കണക്ട് ചെയ്യാതെ വേറെ അക്കൗണ്ടാണ് കൊടുത്തെങ്കിൽ വിഡ്രോവൽ കിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഏത് മൊബൈൽ നമ്പറിലാണോ നമ്മുടെ ബാങ്കിൽ അതിൽ തന്നെ വിഡ്രോ ചെയ്യാനും ആഡ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇവിടെ IFSC കോഡും അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ പേരും കൊടുക്കുക, കൺഫേം അടിച്ചാൽ മതി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നമ്മുടെ പ്രോസസ്സിംഗ് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ അടിച്ചു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ $20 ഉണ്ട് അതിൽ. വിഡ്രോ ചെയ്ത് നമ്മുടെ പ്രോസസ്സിങ്ങിലാണുള്ളത്. കാരണം വിഡ്രോ ചെയ്ത് ഇവിടെ പ്രോസസ്സിംഗ് കാണിക്കാം. ടൈം ഒരു 5 to 10 മിനിറ്റ് എടുക്കും. പക്ഷേ നോർമലി അവർ പറയുന്നത് 24 hours ഉള്ളിലാവുന്ന. എനിക്കിതുവരെ ഞാൻ 3 പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ 5 minutes കിട്ടിയിട്ടുണ്ട്. ആഡ് ചെയ്യുന്നത് ഒരു 1 minute ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ XNSലെ പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാം, ബ്രോക്കറേജ് എത്രയാണ്, ചാർജസ് എങ്ങനെയാണ്, എങ്ങനെ ട്രേഡ് എടുക്കാം, എത്ര റിസ്ക്, കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ലിങ്ക് വഴി എൻ്റെ വീഡിയോയിൽ താഴെ കാണുന്ന ലിങ്ക് വഴി ഓപ്പൺ ചെയ്യാം. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, കുഴപ്പമില്ല. ഓക്കെ, എനിവേ താങ്ക് യു, ബൈ.